ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് നാളായിപ്പോൾ നമ്മൾ വീഡിയോ ഒക്കെ ഇട്ടിട്ട് നമ്മൾ ചെറുതായിട്ട് വീഡിയോ ഇട്ട് തുടങ്ങുന്നുള്ളൂ. ഇതിപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് നമ്മൾ പിള്ളേർക്ക് തൊട്ടടുത്തുള്ള തോടുണ്ട്. അവിടെ വലിയ കാര്യമായിട്ടൊന്നും വെള്ളമില്ല, എന്നാലും 2-3 ദിവസം അടുപ്പിച്ച് മഴയൊക്കെ പെയ്തുകൊണ്ട് അതിൻ്റെ വെള്ളമൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് അതിൽ ഇറങ്ങണം, എന്താ പറയുക, അത് കുളിക്കണം എന്നൊക്കെ. ഓൾറെഡി നേരത്തെ ഒരു കുളി കഴിഞ്ഞ് വന്നപ്പോഴാണ് മമ്മി വെള്ളം തോട്ടിലുണ്ടല്ലോ, നമുക്കൊന്ന് കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞു തന്നത്. എന്തിലായിക്കോട്ടെ, എന്നാൽ പിന്നെ ഞാൻ ചെറിയൊരു വീഡിയോ കൂടി എടുക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് വെള്ളം ഉണ്ടാകുന്നൊക്കെ. അപ്പോൾ ആ തോടാണ് കേട്ടോ. അപ്പോൾ ആരുഷൊക്കെ വേഗം കയറി പോയിട്ട് ആരുഷിന് ആ പാലത്തിൻ്റെ അവിടെ നിൽക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നടന്ന് പോണ വഴിയാണ്. ഈ വഴിയൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും, നമ്മുടെ മുമ്പത്തെ മാങ്ങിഞ്ചി അച്ചാറിന് മാങ്ങിഞ്ചി പറിക്കാൻ പോയ വഴിയാണ്. അപ്പോൾ അങ്ങോട്ട് പോകണ്ട, ഇത് സൈഡിലോട്ട് തിരിഞ്ഞ് ഉള്ളൊരു വഴിയാണ്. കണ്ടില്ല നമ്മുടെ പാറ, ഈ പാറയൊക്കെ ഇതുമിട്ട് നമ്മൾ അലക്കണ പാറയൊക്കെ ഉണ്ടാ. ഇത് അറ്റത്തുനിന്ന് ആണ് വെള്ളം വരുന്നത്. മലയിൽ നിന്ന് വരുന്ന വെള്ളമാണ്, നല്ലൊരു വെള്ളമാണ്. കാരണം എല്ലാവരും കുളിക്കാനും അലക്കാനും എല്ലാ കാര്യത്തിനും ഇവിടെയാണ് വരാറുള്ളത്. അപ്പോൾ ചെറിയൊരു കാന പോലെ ഉണ്ട്, കാന ചാടിയിട്ട് വേണം നമുക്ക് പോകാനായിട്ട്. കണ്ടില്ലേ അറ്റത്തൊക്കെ കവുങ്ങും, പണ്ടത്തെ റബ്ബറിൻ തോട്ടം വന്നിട്ട് റബ്ബറൊക്കെ മുറിച്ച് കളഞ്ഞ് ഇപ്പം 1-2 തെങ്ങും കുറച്ച് തെങ്ങും കുറച്ച് കവുങ്ങും അടക്കാമരം അതാണുള്ളത്. ഇവിടെ ആരുഷിന് കാന ചാടാനായിട്ട് പേടിയായിട്ട് ആരുഷ് അപ്പുറത്ത് നിൽക്കണം. ചെറിയൊരു കാന പോലെയാണ്. ആളുടെ വിചാരം വെള്ളം ഉണ്ടെന്ന് വെച്ചാൽ ആൾ പേടിച്ച് നിൽക്കുകയാണ്. ലാസ്റ്റ് ദിയ അവനെ ഇറക്കിയാ. അപ്പോൾ ഭയങ്കര പേടിയാണ്. എൻ്റെ കയ്യിൽ അച്ചൂസാണ് ഉള്ളത്, അച്ചൂസ് എൻ്റെ കയ്യിൽ ഇരിക്കുകയാണ്. അപ്പോൾ ദിയാണ് വീഡിയോ എടുക്കുന്നത്. അങ്ങനെ ഞാൻ ആരുടെ എടുക്കുന്നത്, ഇപ്പോൾ ദിയ ഫോൺ വെച്ച് ഞാൻ എടുക്കാൻ വന്ന ആളാണ് ഇപ്പോൾ വീഡിയോ എടുക്കുന്നത്. കണ്ടിട്ട് നമ്മുടെ അവിടെ ഒരു ചേച്ചി അലക്കാൻ വന്നിട്ടുണ്ട്. നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളൊരു ചേച്ചിയാണ് കേട്ടോ. ആളപ്പോൾ അലക്കാൻ വന്നിട്ടുണ്ട്, അത് കാണാം. അപ്പം കണ്ടില്ലേ വെള്ളം ഇത്രേ ഉള്ളൂ. നമ്മുടെ സാധാരണ നല്ല മഴ പെയ്ത് കഴിഞ്ഞാൽ ഈ തോട് നിറഞ്ഞൊഴുകോട്ടാ. ഇതിപ്പോൾ 2-3 ദിവസത്തെ മഴയിൽ തന്നെ ഇത്രയും വെള്ളമുള്ളൂ. മലയിൽ നിന്ന് വെള്ളം മഞ്ഞേ ഉള്ളൂ. കണ്ടില്ല ആരുഷ അതിൻ്റെ ഇടയ്ക്ക് വീഴൊക്കെ ചെയ്തിട്ടാ. ആളൊന്ന് വീണ്, തെന്നി ഇറങ്ങി വശം തന്നെ ആൾ വീണിട്ടാ. ആളപ്പോൾ പേടിച്ച് വരച്ചിട്ടാണ് വന്നത്. എൻ്റെ ഒന്ന് ചീത്ത കേൾക്കുമെന്ന് ഓർത്ത് ആൾ പേടിച്ചാണ് വന്നത്. ദിയയ്ക്ക് ഈ ഇത്ര വെള്ളമൊന്നും പറ്റില്ല. ദിയയ്ക്ക് കഴുത്തറ്റം വെള്ളം ഉണ്ടെങ്കിൽ ആൾക്ക് ഒരു ഹാപ്പി ഉണ്ടാവുള്ളൂ. ഇതിപ്പോൾ കാലിൽ മുക്കാൻ പറ്റിയ അത്ര വെള്ളമുള്ളൂ ഈ സൈഡ്. നമുക്ക് അപ്പുറത്തെ സൈഡാണ് നല്ല വെള്ളമുള്ളത്. ഇതിവിടെ അത്ര വെള്ളം ഉണ്ടാവാറില്ല. ഇവിടെ മാക്സിമം മുട്ടിന് മേലെ അത്ര ഉണ്ടാവുള്ളൂ. അപ്പുറത്താണ് നമുക്ക് നന്നായിട്ട് നീന്തി, അപ്പുറത്തെ സൈഡ് ആണ് നമുക്ക് നീന്താനും കുളിക്കാനൊക്കെ പറ്റിയ ഇത്. അപ്പോൾ ഇതേ ആരുഷിൻ്റെ പിണക്കൊക്കെ മാറി ആരുഷ് വീഴ്ചയെന്നൊക്കെ രക്ഷപ്പെട്ടതേ വന്നിട്ടുണ്ട് വീണ്ടും വെള്ളത്തിൽ കളിക്കാനായിട്ട്. ഇവർ കുളി കഴിഞ്ഞതാണ്. അപ്പോൾ ആൾക്ക് ചീത്ത കേൾക്കുമെന്നറിയാം, ഞാൻ ഡ്രസ്സ് നനഞ്ഞല്ലോ, അപ്പോൾ ചീത്ത കേൾക്കുമെന്നറിയാം, അത് പേടിച്ചിട്ടാണ്. ഇപ്പോൾ നമ്മുടെ അച്ചൂസിന് വെള്ളത്തിൽ ഇറക്കാനായിട്ട് നമ്മൾ നോക്കിയതാണ്. പക്ഷേ അവൾ വെള്ളത്തിൽ ഇറങ്ങാനായിട്ട് ആൾക്ക് പേടി, കാല് കുത്തണത്. മാക്സിമം ഞാൻ ഒരു കടക്കിലാണ് അവളെ ഇറക്കിയത് വെള്ളത്തിലേക്ക്. പിന്നെ ആളൊന്ന് ഹാപ്പി ആയിട്ട്. പിന്നെ തണവാണുള്ള വെള്ളം. നമ്മൾ പോയപ്പോൾ തന്നെ 5 മണി 6 മണി ആറായ നേരത്താണ് നമ്മൾ തോട്ടിലോട്ട് പോയത്. അതേ അച്ചൂസിനെ വെള്ളത്തിലൊന്ന് മുക്കിച്ച് കയറ്റിക്കൊണ്ട് വന്നതാണ്. അതേ തൊട്ട് അപ്പുറത്ത് തന്നെ ദിയാണെങ്കിൽ ദേ ഈ സ്ഥലത്താണ്. ഇവിടെയാണ് നന്നായിട്ട് വെള്ളം ഉണ്ടെങ്കിൽ ഇവിടെ കഴുത്തറ്റം വെള്ളം ഉണ്ടാവും കേട്ടോ നമ്മുടെയൊക്കെ മാക്സിമം. അപ്പോൾ അറ്റത്തേക്ക് നമുക്ക് നടന്ന് പോകാൻ പറ്റും. അപ്പോൾ ദിയതേ നടന്ന് അങ്ങോട്ട് പോകാമെന്നുള്ളതാണ്. കണ്ടില്ല നല്ല പച്ചപ്പ് നിറഞ്ഞ സ്ഥലമുണ്ട്. ഇവിടെയൊക്കെ വെള്ളം നന്നായിട്ട് ഒരു അടുപ്പിച്ചൊക്കെ നന്നായിട്ട് മഴ പെയ്ത് തോടൊക്കെ ഒഴുകി ആ പറമ്പിലോട്ടൊക്കെ വെള്ളം കയറോട്ടാ. അപ്പോൾ ദിയ അങ്ങോട്ട് അറ്റത്തോട്ട് നടന്ന് പോണേന്. അകലേന്ന് ആൾക്കാരൊക്കെ തോട്ടിൽ കുളിക്കാൻ വരും. നമ്മുടെ അടുത്ത് തന്നെ ഒരു റിസോർട്ട് ഉണ്ട്. അപ്പോൾ റിസോർട്ടിൽ ആളോട് പറഞ്ഞേൽപ്പിച്ചേക്കാണ് തോട്ടിൽ വെള്ളം വരുമ്പോൾ റിസോർട്ടുകളൊക്കെ ബുക്ക് ചെയ്തിട്ടേക്കാണ്. നല്ല രസമുണ്ട് ഇവിടെ തോട്ടിലൊക്കെ വന്ന് കുളിക്കാനൊക്കെ. എനിക്കൊക്കെ ഇറങ്ങണമെന്നുണ്ട്, പക്ഷെ എൻ്റെ കയ്യിൽ അച്ചൂസായിപ്പോയി, അതൊന്നും എനിക്ക് ഇറങ്ങാനും പറ്റില്ല. കണ്ടില്ലേ എൻ്റെ കയ്യിൽ അച്ചൂസ് കയറി ഇരിക്കുകയാണ്. ഇവിടെ പിടിക്കാനൊന്നും ആരുമില്ല. അപ്പോൾ ഇവിടെ എൻ്റെ കയ്യിലിരിക്കണതുകൊണ്ട് എനിക്ക് തോട്ടിലാണെങ്കിൽ ഇറങ്ങാനും പറ്റുന്നില്ല. കണ്ട ആൾക്ക് ഇങ്ങനെ കളിയൊക്കെ കണ്ട ആളിങ്ങനെ രസിച്ചിരിക്കുകയാണ് ചേട്ടനും ചേച്ചിയും. ചേട്ടനാണ് ഇതേ വെള്ളത്തിൽ ഇറങ്ങാനായിട്ട് പേടിയായിട്ട് ഒരു പാറയുടെ മുകളിൽ ഇരുന്ന് കളിക്കുകയാണ്. ആളിങ്ങനെ വെള്ളത്തിൽ ഇറങ്ങാനായിട്ട് ആൾക്ക് ഭയങ്കര പേടിയാണ്. ഒരു പാറയാണ് അതിന് മുകളിലേക്കുള്ളൂ. കാരണം
കുളിക്കാൻ തന്നെ തോട്ടിൽ കുളിക്കാൻ വരുമ്പോൾ ഒരു കപ്പും കൊണ്ടാ വരുന്ന ഒരാളാണ്. കപ്പ് വെച്ച് കോരി കുളിക്കുന്ന ആൾ. സാധാരണ പിള്ളേർ മുങ്ങിയെങ്കിലും കുളിക്കും. പിന്നെ ഭയങ്കര പേടിയാണ്ടത് കണ്ടില്ലേ, അവിടെ ഇരിക്കും. അങ്ങനെ ആൾക്കിരിക്കണം. ആൾക്ക് ഇറങ്ങാൻ ഭയങ്കര പേടിയാണ്. അത്ര വെള്ളം ആൾക്ക് മതി. ഇത് മലയെന്ന് പറഞ്ഞാൽ നല്ല ഉറവുള്ള വെള്ളമാണ് കേട്ടോ. നല്ല തണവുണ്ടാവും. നേരെ കപ്പത്തോട് ആ സൈഡിലോട്ടാണ് വെള്ളം പോണത്. അത് വൈകുന്നേരം ആയി തുടങ്ങുന്നുണ്ട്. ഒരു 6 മണിയായിട്ടും ഇരുട്ടായിട്ടില്ല. കാരണം രാവിലെയൊക്കെ നല്ല മഴ ഉണ്ടായിട്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമുക്കൊന്ന് വെയിൽ ഒന്ന് ഉദിച്ചു വന്നു. അപ്പോൾ അതിൻ്റേതായ ഒരു വെട്ടം വെളിച്ചമൊക്കെ ഉണ്ട്. ഇപ്പോൾ 6 മണിയായിട്ടും നേരെ ഇരുട്ടായിട്ടില്ല. അങ്ങനെ അപ്പം നമ്മതേ പോണേണ്. അപ്പം ഇനിയിപ്പോൾ നേരം 6 മണി കഴിഞ്ഞ് ഇനിയിപ്പോൾ ഇവിടെ നിൽക്കാൻ പറ്റില്ല. കാരണം ഇരുട്ടായി തുടങ്ങി കുട്ടീനെയും കൊണ്ട് നമ്മൾ നിൽക്കണമല്ലോ. അപ്പോൾ നമ്മതേ പോണേണ്. അപ്പോൾ ഇനി നമ്മുടെ വീഡിയോ ഒക്കെ ഇനി ഓരോന്നൊക്കെ വരും. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയിലേക്ക് കാണാം.